തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് പരസ്യ പ്രചാരണം അവസാനിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ എത്തുക. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് ചേരും, കൊല്ലത്ത് നിന്ന് അരുൺ രാജ്, പത്തനംതിട്ടയിൽ നേവി ജയശങ്കർ, ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, എറണാകുളത്ത് നിന്ന് വിഷ്ണു സുരേഷ് എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ 7 ജില്ലകളാണ് പ്രചാരണം പൂർത്തിയാക്കി ഇന്ന് വൈകുന്നേരം കുട്ടിക്കലാശത്തിലേക്ക് കടക്കുന്നത്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ജന്മദിന ആശംസകൾ കൂടി ഞാൻ നേരുന്നു. ഈ പിറന്നാൾ ദിനത്തിൽ നിങ്ങൾ എല്ലാവരെയും ഒന്നിച്ച് കാണുന്നതും ഒരു സന്തോഷം. നമ്മളും ജനങ്ങളും ഒന്നിച്ച് യാത്ര ചെയ്തു ഈ 7 കൊല്ലക്കാലം. നമ്മൾ ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. എതിർപ്പുകളും പ്രതിസന്ധികളും ഒന്നും നമ്മൾ വകവയ്ക്കുന്നില്ല. നമ്മൾ മുന്നോട്ട് തന്നെ പോകും. കൊല്ലത്തേക്ക് പോവുകയാണ്. അരുൺ രാജ് തത്സമയം ചേരുന്നു. അരുൺ, കുരിപ്പുഴയിൽ ഉണ്ടായ അപകടത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കാനുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കുട്ടിക്കലാശത്തിന്റെ പ്രാധാന്യം പറയും. കൊല്ലം ജില്ലയിൽ എങ്ങനെയാണ് ഏറ്റവും അവസാന ദിവസം ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രചാരണ പരിപാടികൾ? കൊല്ലം വളരെ ആവേശത്തിലാണ്. കാരണം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനടക്കം ലഭിച്ചതെന്ന പരാതി ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ കുറച്ച് ദിവസങ്ങളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് കൊല്ലത്തെ ഓരോ സ്ഥാനാർത്ഥികളും. കൊല്ലം എന്നും ഇടതോരം ചേർന്ന ഒരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം വലിയ പ്രതീക്ഷ കൊല്ലത്ത് നിലനിർത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അവരുടെ സെമി ഫൈനലായി തന്നെ കാണുന്നു എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി അടക്കം CPM-ന്റെയും CPI-യുടെയും ജില്ലാ സെക്രട്ടറി നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. നമ്മളോട് തന്നെ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ മികച്ച വിജയമാണ് ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലും അടക്കം അവർക്ക് നേടാൻ കഴിയുക. ആ ആത്മവിശ്വാസം ഇടതു നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. വികസനത്തിലൂന്നി സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളിലൂന്നിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷം നടത്തിയത്. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ കുറ്റപത്രം ഇറക്കിക്കൊണ്ടായിരുന്നു UDF ജില്ലയിൽ പ്രചരണത്തിന് തുടക്കമിട്ടത്. വലിയ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട്. ശബരിമല വിഷയമടക്കം വലിയ തോതിൽ ചർച്ച ചെയ്ത സ്ഥലം കൂടിയാണ് കൊല്ലം. അതുപോലെ തന്നെ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി അക്കമിട്ട് നിരത്തിയുള്ള UDFന്റെ പ്രചരണവും വളരെ വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അതേസമയം കരുത്ത് തെളിയിക്കാനുള്ള പോരാട്ടത്തിലാണ് BJP കൊല്ലം ജില്ലയെ സംബന്ധിച്ച് 3 പഞ്ചായത്തുകളടക്കം ശക്തമായ രീതിയിൽ മത്സരരംഗത്തേക്കുണ്ട്. 3 പഞ്ചായത്തുകൾ മത്സരരംഗത്തേക്കപ്പുറം മത്സരത്തിൽ മുമ്പിലെത്തിയതാണ്. BJPക്ക് ശക്തമായ അടിത്തറയുള്ള 4 പഞ്ചായത്തുകളുണ്ട്. BJP ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. BJP ഘടകകക്ഷികളെ നിശ്ചയിച്ചുകൊണ്ട് BJP അധികാരത്തെ നിർണ്ണയിക്കുന്ന മുനിസിപ്പാലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ BJP ഇത്തവണ കൂടുതൽ കരുത്ത് കാട്ടുമോ എന്നുള്ള ആശങ്കയും ഇടതു വലതു നേതൃത്വങ്ങൾക്കുണ്ട്. പക്ഷേ BJP പറയുന്നത് മോദിക്ക് ഒരു വോട്ട്, ആ രീതിയിലാണ് BJP കൊല്ലം ജില്ലയിൽ വോട്ട് അഭ്യർത്ഥിച്ചത്. സ്വതന്ത്രന്മാരില്ല എന്നുള്ളതാണ്, വലിയ രീതിയിൽ വിമതശല്യമില്ല എന്നുള്ളതാണ് UDF കേന്ദ്രങ്ങൾക്ക് ആശ്വാസമാകുന്നതെങ്കിൽ അതേസമയം ജനകീയ മുഖങ്ങളെ ഇറക്കി രംഗത്തിറക്കിയുള്ള മത്സരം വലിയ പ്രതീക്ഷ ഇടതു നേതൃത്വത്തെ വെക്കുകയും ചെയ്യുന്നുണ്ട്. കൊല്ലം കോർപ്പറേഷനാണ് കൊല്ലത്തെ ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടത്തിന് വേദിയാവുക. ഓക്കെ, താങ്ക് യു അരുൺ രാജ്. കൊല്ലത്ത് നിന്നാണ് അരുൺ രാജ് ചേർന്നത്. ഇനി വീണ്ടും തിരുവനന്തപുരത്തേക്ക് ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN സംസ്ഥാനത്തെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണമാണ് ഇന്ന് വൈകുന്നേരം സമാപിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലെ പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം സമാപിക്കും. നാളെ നിശബ്ദ പ്രചാരണവും കടന്ന് മറ്റന്നാളാണ് വോട്ടെടുപ്പ്. കഴിഞ്ഞ 20 ദിവസമായി ഈ 7 ജില്ലകളിലും വലിയ തരത്തിലുള്ള പ്രചാരണമാണ് നടന്നത്. കാരണം വീറും വാശിയും കലർന്ന പ്രചാരണം. 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്ന കാഴ്ചയാണ് പലയിടത്തും കാണാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്തേക്ക് വന്നാൽ 73 ഗ്രാമപഞ്ചായത്തുകളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. അതിൽ ഭൂരിപക്ഷത്തിലും തങ്ങൾക്ക് നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷ LDF UDFും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള ഒരു മത്സരമാണ് നടത്തുന്നത്. BJP ആകട്ടെ തങ്ങളുടെ സാന്നിധ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉറപ്പിക്കാനുള്ള, അതായത് കോർപ്പറേഷന്റെ ഭരണം പിടിക്കാനുള്ള ശക്തമായ പ്രവർത്തനത്തിലാണ്. LDFും നല്ല ആത്മവിശ്വാസത്തിലാണ്. 95 മുതൽ തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം LDFിനാണ്. അത്തരത്തിൽ വാശിയേറിയ പോരാട്ടത്തിലാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുന്നത്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ആവേശവും ഈ കൊട്ടിക്കലാശ ദിവസവും കാണാം. ഇപ്പോൾ തന്നെ നഗരത്തിൻ്റെയും നാടിൻ്റെയും വിവിധ സ്ഥലങ്ങളിൽ അനൗൺസ്മെന്റ് വാഹനങ്ങളും മറ്റ് പ്രചരണ പരിപാടികളും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അത്രയ്ക്ക് ആവേശം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. എന്തായാലും വോട്ടെടുപ്പിന് മുമ്പ് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. അത്തരത്തിലുള്ള ആവേശം എല്ലായിടത്തേക്കും പടരുമ്പോൾ കൊട്ടിക്കലാശം ഒരു അതിഗംഭീര ആവേശ മുഹൂർത്തമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.